Next section, dielectric polarization. Dielectric എന്ന് കേട്ടിട്ടുണ്ടോ? Dielectric എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ഇൻസുലേറ്റർ ആണ്. നിങ്ങൾ എവിടെയാ ഡയലക്ട്രിക്കിനെ പറ്റി കേട്ടത്? ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് വയ്ക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ ഡൈഇലക്ട്രിക് എന്ന് പറയും അല്ലേ? നോർമലി ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് എടുക്കുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡൈഇലക്ട്രിക് ഇരിക്കുകയാണ്. ഈ ഡൈഇലക്ട്രിക് ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ പോളാർ മോളിക്യൂൾസ് വെച്ചാണ്. അപ്പം നോൺ പോളാർ ഡൈഇലക്ട്രിക് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക് ഇതായിരിക്കും. സോ ദിസ് ഈസ് എ നോൺ പോളാർ ഡൈഇലക്ട്രിക്. നോൺ പോളാർ ഡൈഇലക്ട്രിക്. ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മോളിക്യൂൾസിന്റെ കാര്യങ്ങളെല്ലാം പറയൂ. ഇത് നോൺ പോളാർ ആണ് സാധനം. നോൺ പോളാർ ആണെങ്കിൽ അതിലൊരു മോളിക്യൂൾ എടുക്കൂ. അതിലൊരു മോളിക്യൂൾ എടുത്താൽ എങ്ങനെ ഇരിക്കും? അതിലെ പോസിറ്റീവ് സെന്ററും നെഗറ്റീവ് സെന്ററും കൂടെ കോയിൻസൈഡ് ചെയ്തിരിക്കും അല്ലേ? അപ്പൊ ഇതെല്ലാം അതിലെ മോളിക്യൂൾസ് ആണെങ്കിൽ ആ മോളിക്യൂളിലെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് എന്ത് ചെയ്തിരിക്കും? ഇതുപോലെ കോയിൻസൈഡ് ചെയ്തിരിക്കും. ഓക്കെ ആണ്? പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ഇതുപോലെ കോയിൻസൈഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഡൈഇലക്ട്രിക്കിനെ, ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിനെ എടുത്തിട്ട് ഞാൻ ഒരു എക്സ്റ്റേണൽ ഫീൽഡിന്റെ അകത്തോട്ട് വയ്ക്കാൻ പോവാണ്. വയ്ക്കട്ടെ? അപ്പൊ എക്സ്റ്റേണൽ ഫീൽഡിലോട്ട് വെച്ചു. അപ്പൊ ഈ സാധനത്തിനെടുത്ത് ഒരു എക്സ്റ്റേണൽ ഫീൽഡിലോട്ട് വെച്ചു. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. ഐ കോൾ ഇറ്റ് ഇഒ. വച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്തുള്ള നെഗറ്റീവ് സെന്റേഴ്സിന്റെ പുറത്തും പോസിറ്റീവ് സെന്റേഴ്സിന്റെ പുറത്തും ഫോഴ്സ് കൊടുക്കും. അപ്പോ ഈ പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവും. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ്ഡ് ആവും. എങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആവും എന്ന് നിങ്ങൾ ഊഹിക്കുന്നു? ഈ മോളിക്യൂളിന്റെ അകത്തുള്ള പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് എങ്ങനെ മൂവ് ചെയ്യും? നെഗറ്റീവ് സെന്റർ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ ആവും. ഇനി പോസിറ്റീവ് സെന്റർ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ആവില്ലേ? അപ്പൊ ഇതിലെ ഓരോ മോളിക്യൂളിന്റെ അകത്തും ഇത് സംഭവിക്കും. ദാ പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ഇതുപോലെ ആവും. പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ഇതുപോലെ ആവും. കണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ഇതുപോലെ ആവും. ഇതിനകത്തുള്ള മൊത്തം നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെ ആവും. കണ്ടോ? ഇതുപോലെ ആവും. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചോ? നിങ്ങൾ തന്നെ നോക്കൂ. ഇവിടെ നിങ്ങൾ ഈ സാധനങ്ങൾ നേരെ നോക്കിയേ. ഈ പോസിറ്റീവ് നെഗറ്റീവും കൂടെ എഫക്ട് ക്യാൻസൽ ആയാൽ പോലും നമ്മുടെ ഈ എൻഡിന് ഇപ്പൊ നെഗറ്റീവ് എഫക്റ്റ് ആയി, അങ്ങേ എൻഡിന് പോസിറ്റീവ് ആയി തന്നല്ലോ. അപ്പൊ ഇത് എന്ത് സാധനമാണ്? ഇതൊരു നോൺ പോളാർ ഡൈഇലക്ട്രിക് ആണ്. ഇപ്പൊ നോൺ പോളാർ ഡൈഇലക്ട്രിക് ആണ്. ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന്റെ ഈ അടുത്തടുത്തിരിക്കുന്ന ഈ പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ക്യാൻസലായി, എഫക്ട് ക്യാൻസലായി പോയാലും നമ്മുടെ ഈ എൻഡിന് ഇപ്പൊ നെഗറ്റീവ് എഫക്ട് ഉണ്ടാവും, അങ്ങേ എൻഡിന് എന്തുണ്ടാവും? പോസിറ്റീവ് ഉണ്ടാവും. അപ്പോ നിങ്ങളുടെ ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന് ഒരു എൻഡിൽ പോസിറ്റീവ് എഫക്ട്, മറ്റേ എൻഡിൽ നെഗറ്റീവ് എഫക്ട്. ഒരു സൈഡിൽ പോസിറ്റീവ്, മറ്റേ എൻഡിൽ നെഗറ്റീവ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഈ ഇന്റേണൽ ഫീൽഡ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ആണ് എക്സ്റ്റേണൽ ഫീൽഡിന്. എക്സ്റ്റേണൽ ഫീൽഡിന് നോട്ട് ഈക്വൽ ടു ആണ്. അടുത്തെന്താണ്? ഈ ഇന്റേണൽ ഫീൽഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീൽഡിനേക്കാളും ചെറുതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാം. ഇതായിരുന്നു എന്റെ നോൺ പോളാർ ഡൈഇലക്ട്രിക്. ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിനെ എടുത്ത് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചപ്പോ എന്ത് സംഭവിച്ചു? ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ പോസിറ്റീവ് സെന്റേഴ്സ് നീങ്ങാൻ തുടങ്ങി. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെഗറ്റീവ് സെന്റേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൂവ് ചെയ്തപ്പോ ഓരോ മോളിക്യൂളും ഇതേ പരുവത്തിലായി ആണേ. ഇനി ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയെന്നില്ല, അതിങ്ങനെ വലിഞ്ഞ് നീങ്ങി പൊക്കോണ്ടിരിക്കുന്നില്ല. അപ്പൊ ഇൻഫിനിറ്റ് ടൈം വരെ ഇങ്ങനെ നീണ്ടു പോകില്ല. അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് ഇതിന്റെ മണ്ടയിൽ കൊടുത്തില്ലേ? ഇനി അതുപോലെ അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഈ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഇന്റേണൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇതിനകത്ത് ഉണ്ടാകുന്നത് വരെ മാത്രമേ ഈ മൂവ്മെന്റ് കണ്ടിന്യൂ. മനസ്സിലായില്ല? നമ്മുടെ ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ഇതുപോലെ ഡിസ്പ്ലേസ്ഡ് ആവും എന്ന് പറഞ്ഞല്ലോ. ഏതുവരെ നീങ്ങും? എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ടല്ലോ, എക്സ്റ്റേണൽ ഫീൽഡ് ഈ ചാർജസിന്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കൂലേ? ആ ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഇന്റേണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പരുവത്തിലാകുന്നത് വരെ മാത്രമേ ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടിന്യൂ. അവസാനം എല്ലാം ഇതുപോലെ അലൈൻഡ് ആവും. അലൈൻഡ് ആവുമ്പോഴത്തേക്ക് ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന്റെ ഒരെൻഡ് പോസിറ്റീവ് എഫക്റ്റ് ആവും, ഒരെൻഡിന് നെഗറ്റീവ് ആവും. അപ്പോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്ത് ഡെവലപ്പ് ആവും. ഈ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ അല്ല. ഈ ഇന്റേണൽ ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കുറവാണ്.
അപ്പൊ ഇവിടുത്തെ കേസിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരില്ല? 0 വരില്ല. നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക്കിനെ എടുത്ത് എവിടെ വെച്ചാലുള്ള സിറ്റുവേഷൻ? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനകത്ത് വെച്ചാലുള്ള സിറ്റുവേഷൻ. ഞാൻ ഫുള്ളും ഒന്നുകൂടെ പറയാം. സോ ലിസൺ, സിമ്പിൾ കേസാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? ഒരു ഡൈഇലക്ട്രിക് ആണ്. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ഇൻസുലേറ്റർ ആണ്. ഈ ഇൻസുലേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ പോളാർ മോളിക്യൂൾ വെച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡൈഇലക്ട്രിക് ആണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ മോളിക്യൂൾ എല്ലാം എങ്ങനെ ഇരിക്കും? നോൺ പോളാർ ആണ് സാധനം. പോസിറ്റീവ് നെഗറ്റീവ് സെന്ററുകളെല്ലാം കോയിൻസൈഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ പരുവത്തിൽ ഇതിന് ഒരു മോളിക്യൂളിന് എന്തില്ല? ഡൈപോൾ മൊമെന്റ് ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക്കിനെ ഞാനൊരു എക്സ്റ്റേണൽ ഫീൽഡിലോട്ട് എടുത്തു വെച്ചപ്പോ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ ആര് പുഷ് ചെയ്യപ്പെട്ടു? ഈ പോസിറ്റീവ് സെന്റേഴ്സ് പുഷ് ചെയ്യപ്പെട്ടു. എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ നെഗറ്റീവ് സെന്റേഴ്സ് പുഷ് ചെയ്യപ്പെട്ടു. അപ്പൊ ഈ പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ഒട്ടിയിരുന്നത് നീങ്ങി ഇങ്ങനെ ആയി അല്ലേ? അപ്പൊ ഈ ഓരോ മോളിക്യൂളിനും ഇപ്പൊ എന്ത് കിട്ടിക്കാണും? ഡൈപോൾ മൊമെന്റ് കിട്ടിക്കാണും. ഈ മോളിക്യൂളിന് ഓരോന്നിനും എന്ത് കാണും? ഇപ്പൊ ഡൈപോൾ മൊമെന്റ് കാണും. നേരത്തെ ഓരോ മോളിക്യൂളിനും എന്തില്ലായിരുന്നു? ഡൈപോൾ മൊമെന്റ് ഇല്ലായിരുന്നു. ഇനി അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ എല്ലാ മോളിക്യൂൾസും ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ അലൈൻഡ് ആവും. അപ്പൊ ഈ ഡൈഇലക്ട്രിക്കിന്റെ ഒരു എൻഡിന് പോസിറ്റീവ് എഫക്റ്റും മറ്റേ എൻഡിന് നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാവും. അപ്പൊ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇന്റേണൽ ഫീൽഡ് ഒരിക്കലും എക്സ്റ്റേണൽ ഫീൽഡിന് ഈക്വൽ അല്ല. ഈ ഇന്റേണൽ ഫീൽഡ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫീൽഡിനേക്കാളും ചെറുതാണ്. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്ര വരില്ല? 0 വരില്ല. ഇതാണ് ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക്കിനെ എടുത്ത് എവിടെ വെച്ചാലുള്ള സിറ്റുവേഷൻ? എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാലുള്ള സിറ്റുവേഷൻ. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പൊ ഈ മോളിക്യൂളിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടായോ? ഉണ്ടായി. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ? നെഗറ്റീവ് ഇന്ന് പോസിറ്റീവിലോട്ട്. അപ്പൊ ഈ ഡൈപോൾ മൊമെന്റ് ഇവിടെ ഉണ്ടാകുന്നത് അങ്ങോട്ടല്ലേ? ഈ മോളിക്യൂളിനും അങ്ങോട്ടല്ലേ? ഈ മോളിക്യൂളിനും അങ്ങോട്ടല്ലേ? ഈ മോളിക്യൂളിനും അങ്ങോട്ട്. അപ്പൊ എല്ലാ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് അങ്ങോട്ട്. അതായത് ഇവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലല്ലേ? അപ്പൊ ഈ മോളിക്യൂളിന് എന്തുണ്ടായി? ഒരു ഡൈപോൾ മൊമെന്റ് ഡെവലപ്പായി. എന്ത് ഡെവലപ്പായി? ഒരു ഡൈപോൾ മൊമെന്റ് ഡെവലപ്പായി. എന്തിന്റെ സെയിം ഡയറക്ഷനിൽ? എക്സ്റ്റേണൽ ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ. ഈ പരിപാടിയെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. ഇങ്ങനെ ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക്കിനെ എക്സ്റ്റേണൽ ഫീൽഡിന്റെ അകത്ത് വയ്ക്കുമ്പോൾ ആ സാധനത്തിന് നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന് ഡൈപോൾ മൊമെന്റ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ ഉണ്ടാകുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദ ഹോൾ തിങ്സ് once again. We have a non-polar dielectric. See, you consider each molecule. See, positive and negative centers are coinciding. So, the dipole moment of each molecule will be 0. Okay. So, each molecule dipole moment is 0. Net dipole moment is also 0. This is a condition of what? Non-polar dielectric. I am placing this non-polar dielectric in an external field. So, what will happen? Due to the effect of external field, the positive centers move in the same direction of electric field. Negative centers move in the opposite direction. So, positive and negative centers are displaced. Positive and negative centers are displaced. This motion stops when the internal force, when the internal restoring force balances the force due to external field. Okay, once again, this motion stops when the internal force balances what? The force due to external field. Okay, so each molecule will get a dipole moment. Okay, now each molecule will get a dipole moment and the material also get a dipole moment in the same direction of external field. This process is known as dielectric polarization. Now listen. See, an internal electric field is developed inside the material. Am I right? Then internal electric field is not equal to external field. It is less than external field. So the net electric field cannot be equal to 0. This is a situation when a non-polar dielectric is kept in an external field. Okay, I will explain. So you consider a non-polar dielectric. Dipole moment of each molecule is 0. So the net dipole moment of the specimen is also 0. When this material is kept in an external field, due to the effect of external field, the positive and negative centers are displaced. Then the positive centers move in the same direction of electric field
the negative centers move in the opposite direction. So, this motion stops when the restoring force, internal restoring force is balanced by the force due to external field. Okay, this motion stops when the internal force is balanced by the force due to external field. Then each molecule will get a permanent dipole moment. So the material also gets a permanent dipole moment in the same direction of external field. This process is known as dielectric polarization in the case of a non-polar dielectric. Got it? Now listen. So an internal electric field is developed inside the material. Then the internal field is in the opposite direction of external field. The internal field is less than external field. So the net electric field cannot be equal to 0. Okay, these things you have to write. So explain. What is the question? What do you mean by dielectric polarization in the case of a non-polar dielectric? So how will you write the answer? Consider a non-polar dielectric. Dipole moment of each molecule is 0. The net dipole moment of the specimen is also 0. When this material is kept in an external electric field, the positive and negative centers start displacing. See, the positive centers move in the same direction of electric field, the negative centers move in the opposite direction. This motion stops when the force, when the restoring force due to internal field is balanced by the force by the external field. Then each molecule will get a dipole moment. Then the material also gets a net dipole moment in the same direction of external field. This process is known as dielectric polarization in the case of a non-polar dielectric. Then an internal electric field is developed inside the material. It is less than external electric field. So the net electric field cannot be equal to 0. Okay, simple.